ഇഷ്കൻ ടെമ്പിൾ അഥവാ ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. NH-44 അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചു വെച്ചിട്ടുള്ളത്. ഏകദേശം കൊട്ടാരത്തിനെ മാതൃകയാക്കിയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് എന്ന് തോന്നിപ്പോകും. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഈ ഫ്രണ്ടിലായിട്ട് കാണുന്ന 4 കുതിരകൾ. നൈറ്റിലെല്ലാം ഇതിലൂടെ പാസിങ് ചെയ്യുകയാണെങ്കിൽ വർണ്ണങ്ങളാൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഞാൻ നൈറ്റിൽ ഇത് കൂടെ പാസ് ചെയ്തപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അനന്തപൂരിൻ്റെ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഈ ഒരു ക്ഷേത്രം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മനോഹരമായിട്ടുള്ള അതിവലുപ്പത്താൽ സൃഷ്ടിച്ച ഈ ഒരു കുതിരയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു അട്രാക്ഷൻ. കുതിരയുടെ ഡിസൈനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ അതിൻ്റേതായ തനതായ രൂപത്തിൽ സ്ട്രെച്ചിങ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കയറി ചെല്ലുന്ന ആ ഒരു കവാടത്തിൻ്റെ ഫസ്റ്റായിട്ടാണ് ഈ ഒരു കുതിര വരുന്നത്. ഈ ഒരു കുതിരയും ആ ഒരു ഗേറ്റും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുതിരയുടെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. വൈകിട്ട് 4 മണിക്ക് ദർശനം സാധിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും കയറാവുന്നതാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുമതി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പുറം ഭാഗമെല്ലാം തന്നെ നമുക്ക് നടന്ന് വിസിറ്റ് ചെയ്ത് വീഡിയോസ് കാര്യങ്ങളെല്ലാം തന്നെ എടുക്കാം എന്നുള്ളതാണ്. മെയിൻ ഹാളിലേക്ക് മാത്രമേ ക്യാമറ അലോട്ട് ഇല്ലാത്തതുള്ളൂ. പുറമേയുള്ള ഹോളുകളെല്ലാം തന്നെ നമുക്ക് ചുറ്റി കാണാനെല്ലാം സാധിക്കും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പുറമേ നിന്നും ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന ഒരാൾക്ക് ഇതൊരു കൊട്ടാരം ആണ് എന്നേ തോന്നിപ്പോവുകയുള്ളൂ. കാരണം അത്തരത്തിലുള്ള ഒരു ഡിസൈനിങ്ങും അത്തരത്തിലുള്ള ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നിർമ്മാണത്തിൽ ചെറിയ അപാകതകളൊക്കെ ഉണ്ട് എന്നിങ്ങനെ തോന്നിപ്പോകും. കാരണം ഉടലും കൈയും വലിപ്പ വ്യത്യാസമുള്ള പോലെയുള്ള തോന്നലുകളെല്ലാം തന്നെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടല്ല മുന്നിലുള്ള ആ ഒരു കുതിരകൾ. പിന്നീട് അതിൻ്റെ സൈഡിലേക്കെല്ലാം പോകുമ്പോൾ പല ജാതി സംഭവങ്ങളുണ്ട്. ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ബിൽഡിങ്ങും അതിനനുസരിച്ചുള്ള രൂപത്തിലേക്ക് ആക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുണ്ടാകും. ഉള്ളിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ പുറത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മേലെ ഇരിക്കാനായിട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 7 മണി മുതൽ 1 മണി വരെയും വൈകിട്ട് 4:30 മുതൽ 8:30 വരെയും നമുക്ക് കയറാനുള്ള അനുമതി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കയറുന്ന കവാടത്തിൻ്റെ അടുത്തായിട്ട് ചെറിയ ഷോപ്പ് വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് ചെറിയ ലഘു ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പാണ്. കൂടുതലും ഐസ്ക്രീം, വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 4:30 ആയതോടുകൂടി ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രദേശത്ത് നിന്ന് കാലുകൾ കഴുകിയിട്ടാണ് കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിൽ അവിടെ കുറേ കമ്പുകളെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ജനാവലി കൂടുതൽ വരുന്ന ടൈമിലെല്ലാം തന്നെ ലൈൻ ഇട്ടുകാണ്ട് കാല് കഴുകി ഉള്ളിലേക്ക് കയറാനുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടായിരിക്കാം. പിന്നീട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. കയറുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ് കുതിരകളെല്ലാം തന്നെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ അണിഞ്ഞ് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ മേലെ വിരിച്ചിട്ടുള്ള പരവതാനികൾ ഓരോന്നിനും ഓരോ കളറാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. കുതിരയുടെ കാലിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം തന്നെ സ്ട്രെച്ചിങ് ആണ്. ഇതെല്ലാം നിർമ്മിച്ച ആളുകളെ നമ്മൾ നമിക്കുക തന്നെ വേണം. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉടലും കൈയും കാലും വേറെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ആ ഒരു ബിൽഡിങ്ങും ഈ ഒരു സംഭവങ്ങളും എല്ലാം കൂടി യോജിപ്പിച്ച് പറയുമ്പോൾ. കാരണം 2 നില ബിൽഡിങ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒറ്റ നില ബിൽഡിങ് ആക്കിയിട്ട് തന്നെ ഡിസൈനിങ് ചെയ്യുകയായിരുന്നു എങ്കിൽ വളരെ ഭംഗി ഉണ്ടായിരുന്നു, ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു പോയി. പിന്നീട് നമ്മൾ ഈ കുളമ്പിലേക്കെല്ലാം നോക്കുമ്പോൾ ആ കുളമ്പുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭംഗിയാണ് മനോഹരമായിട്ടുള്ളത്. കാരണം അതൊക്കെ തന്നെ ആ ഒരു സ്ട്രെച്ചിങ് കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മളിങ്ങനെ ഉൾഭാഗത്തേക്ക് ചെന്നപ്പോഴാണ് ആദ്യം കയറിയ ആ ഒരു ഹോളെല്ലാം തന്നെ വീഡിയോ എടുത്ത് പിന്നീട് ഉള്ളിലേക്ക് ചെന്നപ്പോൾ വീഡിയോ അലോട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ സൈഡിലേക്ക് പോവുകയാണ്. സൈഡിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ആ ടയറുകളെല്ലാം തന്നെ കണ്ടില്ലേ, ആ ഒരു ബിൽഡിങ്ങിനെ അനുസരിച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ്. ആ ഒരു 2 നില ബിൽഡിങ് ഒറ്റ നിലയായിട്ട് പുറമേ നിന്നും കാണുന്ന രൂപത്തിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ കോട്ടയെല്ലാം തന്നെ അങ്ങനെയാണല്ലോ, അത്രത്തോളം മനോഹരമാണല്ലോ, അത്രത്തോളം വലുപ്പവും ഉണ്ടാകുമല്ലോ. ആ ഒരു രൂപത്തിൽ ചിത്രീകരിച്ചിട്ട് പിന്നീട് ഈ വീല് കാര്യങ്ങൾ അതുപോലെ ആ ഫ്രണ്ടിലെ കുതിര ഇതെല്ലാം ഇതിനോട് കോമ്പിയായി വരുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചതും പറഞ്ഞതും. 4 ഭാഗത്തും ഇതുപോലത്തെ വീലുകളുണ്ട്. ഒരു കാളവണ്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു കുതിരവണ്ടിയെ പോലെയുള്ള ഒരു മാതൃക ആയിരിക്കാം ഈ ഒരു കൊട്ടാരവും ആ ഒരു കുതിരയും
നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോയത്. ഫ്രണ്ടിൽ 4 കുതിര അതിമനോഹരമായിട്ട് വലുപ്പത്തിലുണ്ട്. പിന്നീട് ഈ ഒരു ബിൽഡിങ് മാത്രമേ അത്രത്തോളം കോമ്പിനേഷൻ വരാതെ ഇരുന്നിട്ടുള്ളൂ. ടയറുകളൊക്കെ തന്നെ അതിനോട് കോമ്പിനേഷൻ ആക്കിയിട്ടുണ്ട്. പിന്നീട് വീലുകളിലേക്ക് നോക്കുമ്പോൾ, അതായത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വന്ന് വീലിലേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ഓരോ ഡിസൈനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നീട് 4 ഭാഗത്തും ഒരു 8ഓളം വരുന്ന കൂടുകൾ ഇതുപോലെ ഉണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ കൂടുകളിൽ ഗ്ലാസ് കൂടിലായിട്ട് ഓരോ പ്രതിമകൾ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അതും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ നേരം കുതിരയുടെ വായിലേക്ക് നോക്കുമ്പോൾ തത്തക്കൂടുകളെല്ലാം തന്നെ കാണുന്നുണ്ട്, മനോഹരമായിട്ടുണ്ട്. തത്തയുടെ ഒച്ച ഇങ്ങനെ കേട്ടപ്പോഴാണ് അവിടേക്ക് എൻ്റെ ശ്രദ്ധ പോയത് എന്നുള്ളതാണ്. പിന്നീട് തിരിച്ചു വരാൻ നേരത്ത് അവിടെ നിന്നൊരു പ്രതിഷ്ഠ കിട്ടുകയുണ്ടായി. പിന്നീട് ഞാൻ പറഞ്ഞ ഒരു റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഈ വ്യൂ ആണ് മനോഹരമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും എന്നുള്ളതാണ്.